നമ്മൾ മല്ലനായി മാറാറുണ്ടോ? ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം എന്നും മഹത്വമെടുക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം ഒരു ഡ്രോയിങ് ടീച്ചർ ഒരു അനുഭവകഥ എന്നോട് പറഞ്ഞു. ടീച്ചറുടെ ക്ലാസ്സിൽ നല്ല തടിയനായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടീനെ എല്ലാവരും കളിയാക്കും. കുട്ടിക്ക് അത് ഭയങ്കര വേദനയായിരുന്നു. പഠിക്കാനും അത്ര വലിയ കഴിവുള്ളൊരു പയ്യനല്ലായിരുന്നു. ആ കുട്ടിക്ക് ഭയങ്കര വിഷമായിരുന്നു. ഈ ടീച്ചർ ഈ കുട്ടിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. കുട്ടിയോട് ഈശോയുടെ സ്നേഹത്തെ പറ്റി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഈശോയെ പറ്റി പറഞ്ഞു കൊടുത്തപ്പോൾ ഈ കുട്ടി അതിന് മനസ്സിലാക്കുകയും ഈശോയുടെ സ്നേഹത്തെ പ്രതി ഈ കുട്ടീനെ കളിയാക്കുന്നവരോടൊക്കെ കുട്ടി ക്ഷമിക്കാൻ തുടങ്ങി, സൈലന്റ് ആവാൻ തുടങ്ങി. ഒരു ദിവസം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടീനെ ഒരു പയ്യൻ ഇരുന്ന് ഇങ്ങനെ കളിയാക്കുന്നത് ടീച്ചർ ശ്രദ്ധയിൽപ്പെട്ടു. ടീച്ചർ വിളിച്ച് ചോദിച്ചു, മോനെ നീ എന്തിനാ അവനെ കളിയാക്കണേ? അപ്പോൾ അവൻ പറഞ്ഞു, അവനെങ്ങനെ കളിയാക്കിയാലുണ്ടല്ലോ അവൻ്റെ മുഖമൊക്കെ ചുവന്ന് തുടിച്ച് അവനിങ്ങനെ രോഷാകുലനായിട്ട് വരും. അപ്പോൾ ഉണ്ടല്ലോ ഇത് പ്രത്യേക രസമാണ് കാണാമെന്ന് ആ കുട്ടി പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, മോനെ ഇപ്പോൾ 2 ദിവസമായി നീ ശ്രദ്ധിച്ചു, അവൻ നിന്നെ തിരിച്ചെന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, അവൻ 2 ദിവസമായിട്ട് ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ അവനെ കളിയാക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ടീച്ചർ ഉടനടി പറഞ്ഞു, മോനെ അവൻ യേശുവിൻ്റെ നാമത്തിലാണ് അത് നിന്നോട് ക്ഷമിച്ചിരിക്കുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്നും ഒരു സ്റ്റാഫ് വന്ന് ഈ കുട്ടിയെ വിളിച്ചു. കാര്യം എന്തെന്ന് വെച്ചാൽ ഇവൻ ലീഡറാണ്, ഇവൻ ക്ലാസ്സിന് മിടുക്കനായ ഒരു പയ്യനാണ്, ഈ കളിയാക്കിയ പയ്യൻ. ഉടനടി അവൻ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി. പ്രിൻസിപ്പളിൻ്റെ റൂമിൽ നിന്ന് അവൻ തിരിച്ചു വന്നത് കരഞ്ഞ് ആകെ ലഹളമയായിട്ടാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് വരാന്തയിലൂടെ നടന്നു പോയിരുന്ന സമയത്ത് ഈ തടീനായ പയ്യനെ കളിയാക്കുന്നത്, ഇവൻ്റെ പുസ്തകത്തിൽ ആനയുടെ ഒരു ചിത്രം ഉണ്ട്, ഡ്രോയിങ് ക്ലാസ് ആണല്ലോ, ഈ ആനയുടെ ചിത്രം കാണിച്ചിട്ട് ഈ പയ്യനെ കളിയാക്കുന്നത് ഒരു സ്റ്റാഫ് കാണുകയും അത് പ്രിൻസിപ്പളിന്റെ റൂമിൽ റിപ്പോർട്ട് ചെയ്യുകയും വലിയ ഇഷ്യൂ ആവുകയും ചെയ്തു. മാത്രമല്ല അവന്റെ പാരന്റ്സിനെ വിളിച്ചു വരുത്തണം, ഭയങ്കരമായ രീതിയിലുള്ള ഒരു പ്രശ്നമായിട്ട് അത് മാറുകയും ഈ കുട്ടികളുടെ ഇടയിലൊക്കെ ഇത് വലിയ ചർച്ചയായി യേശു എന്ന നാമത്തെ പറ്റി. ഇതല്ല എന്നെ ചിന്തിപ്പിച്ചത്. ബൈബിളിലെ ദാവീദും ഗോലിയാത്തിന്റെയും പറ്റി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഒന്നുമില്ലാത്ത ദാവീദിനെ മല്ലനായ ഗോലിയാത്തിനെ അടിച്ചിട്ട ഒരു ദൈവമുണ്ട്. എനിക്ക് ചിന്ത വന്നത് ഇതാണ്, നമ്മൾ മല്ലനായി മാറാറുണ്ടോ? പല ബലഹീനമായ ആളുകളുടെ മുന്നിലും നമ്മുടെ അഹങ്കാരം, നമ്മുടെ അഹന്ത കൊണ്ട് നമ്മളൊരു മല്ലനായി മാറി നിൽക്കാറുണ്ടോ? ആ മല്ലത്തരം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിയാണ്ട പോലും സംഭവിക്കും. ഈ ചിന്ത ഞാൻ പറയാൻ വരുന്നതിൻ്റെ വഴിയിൽ ഒരു സൈക്കിളുകാരൻ എൻ്റെ വാഹനത്തിന് മുന്നിൽ വട്ടമിട്ടു. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഹോൺ അടിച്ചമർത്തി. അവിടെ ഞാനൊരു മല്ലനായി മാറിയില്ലേ? അറിയാണ്ട് എൻ്റെ ഒരു അഹങ്കാരം ഉള്ളിൽ പൊന്തിയില്ലേ? ഇതേപോലെ ചെറുതും വലുതുമായ പല അഹങ്കാരങ്ങളും നമ്മൾ മല്ലന്മാരായി മാറിപ്പോവാൻ സാധ്യതയുണ്ട്. ഈ ഒരു വലിയ തിരിച്ചറിവ് എനിക്കും നിങ്ങൾക്കും എപ്പോഴും ഉണ്ടാവണം. കാര്യം എന്താണെന്നറിയോ? ആ ദാവീദിൽ ദൈവമുള്ളതുപോലെ ആ എളിയവരിൽ ദൈവനാമമുണ്ട്. നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആമേൻ.